നമസ്തേ. ജനം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ പ്രേക്ഷകരായ അമ്മമാർക്കും ഒരു മാതൃദിന ആശംസകൾ നേരുകയാണ്. ഈ മാതൃദിനത്തിൽ ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ഒരുപാട് അമ്മ കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ പ്രിയങ്കരിയായി മാറിയ ഉർവശി ചേച്ചിയാണ്. ഉർവശി ചേച്ചി നമസ്കാരം. മാതൃദിന ആശംസകൾ. ഞാൻ ചേച്ചിയുടെ അമ്മ കഥാപാത്രങ്ങളുടെ വലിയൊരു ഫാനാണ്. കാരണം അച്ചുവിൻ്റെ അമ്മയാണെങ്കിലും അമ്മയാണെങ്കിലും ഓരോരോ വെർഷൻസ് ഓഫ് എൻ്റെ അമ്മയെ എനിക്ക് ഓരോ സിനിമയിലും കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഈ മാതൃദിനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കറിയാം, ഒരു ദിവസം മാത്രം അമ്മമാർക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. എല്ലാ ദിവസവും അവർ സ്നേഹിക്കേണ്ടതുണ്ട്, പരിചരിക്കേണ്ടതുണ്ട്. എന്താണ് ആദ്യം വരുന്ന ഓർമ്മ? ഞാൻ ഈ പറഞ്ഞതുപോലെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ ഓരോ അമ്മയ്ക്കായിട്ടൊരു ദിവസം അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു ദിവസം, ഇതിനാകപ്പാടെ ഞങ്ങൾ കൊച്ചിലെ മുതൽ നമ്മൾ കേൾക്കുന്നത് ചിൽഡ്രൻസ് ഡേ മാത്രമാണ്. അതെ, കാരണം ശിശുദിനത്തിന് സ്കൂളിൽ അവധിയായിരിക്കും, മിഠായിട്ടും അതിൻ്റെയൊക്കെ ഒരു സംഗതി. പിന്നെ ഗാന്ധി ജയന്തി അതേപോലെ തന്നെയാണ്. അപ്പോൾ അത് ഒരാഴ്ച സേവനവാരം എന്നും പറഞ്ഞ പാട്ട് സ്കൂൾ ക്ലീൻ ചെയ്യുന്നതും ഇതൊക്കെ ഉള്ള അങ്ങനത്തെ ഓർമ്മകളൊക്കെയാണ്. മാതൃദിന ഓർമ്മകൾ ഞാൻ ആലോചിക്കും, എൻ്റെ അമ്മയുടെ പിറന്നാളിന് ഇന്ന് ഒരമ്മ ഒന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ എല്ലാം പിറന്നാളിന് ഓർമ്മിച്ച് അന്നദാനം കൊടുക്കുകയൊക്കെ ചെയ്യും. ഞങ്ങളാരും ഇന്ന് ഒരു അമ്മയുടെ പിറന്നാളായിട്ടൊന്നും ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ പെട്ടെന്ന് ശില്പ ചോദിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, വിമൻസ് ഡേക്ക് അമ്മയ്ക്ക് അങ്ങനെ ഗിഫ്റ്റൊന്നും കൊടുക്കുന്ന ഒരു അത്തരം ഫോർമാലിറ്റി ഉള്ള വീടല്ല ഞങ്ങളുടെ. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത സമയത്താണ് കലശേച്ചി അമ്മയുടെ പിറന്നാളാണ്, ആകപ്പാട് ഒരു പായസം വയ്ക്കും വീട്ടിൽ. അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു പായസം വയ്ക്കും. അമ്മ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ വളരെ പറഞ്ഞാൽ തീരാത്താണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃഭാഷ, മാതൃഭൂമി എല്ലാം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ പറയുന്നത്. അമ്മമാരെ അത്രയും കൂടുതൽ വാഴ്ത്തുന്നൊരു നാടാണ് നമ്മുടെ. ലോകരാജ്യത്ത് മറ്റൊരിടത്തും കാണാത്തത്രയും നമുക്ക് പ്രത്യേകിച്ച് മാതാപിതാ ഗുരു ദൈവം എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന് വരെ ഉപരിയായിട്ടാണ് നമ്മൾ മാതാവിനെ കാണുന്നത്. അപ്പം അങ്ങനെ അത്രയും. അപ്പം ഞാനൊരു അമ്മയായപ്പോഴാണ് എനിക്ക് അമ്മ എന്ന് പറയുന്നതിനകത്തുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് ബോധ്യം വന്നത്. അതിനു മുൻപ് ഒരു അന്നും ഇന്നും അമ്മ തന്നെയാണ് ഞങ്ങളുടെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്. ഞങ്ങളുടെ മാനറിസംസ്, ഞങ്ങളുടെ സംസാരം, ഞങ്ങളുടെ പെരുമാറ്റം എല്ലാം അമ്മയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം ഞാൻ അമ്മയായി കഴിഞ്ഞപ്പം എൻ്റെ അമ്മയുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും എന്നിലൂടെ പുറത്തു വരികയാണ്. ഞങ്ങളെങ്ങനെ എൻ്റെ അമ്മ കൊച്ചിലെ ആരുടെയും മടിയിൽ പോയിരിക്കാൻ സമ്മതിക്കത്തില്ല. അച്ഛൻ്റെ മടിയിലല്ലാതെ ആരുടെ മടിയിൽ ഇരുന്നാലും മക്കളെ ഇറങ്ങ്, അങ്കിളിന് മടിയിലിരിക്കലേ നോവും അങ്ങനെ പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുക. ആരുടെയെങ്കിലും കൂടെ ബന്ധുക്കളുടെ കൂടെ പോയി ഉറങ്ങണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. വേണ്ട ബുദ്ധിമുട്ടിക്കല്ലേ, കാലൊക്കെ എടുത്ത് പുറത്തുവിടുവാളും ബുദ്ധിമുട്ടാവുന്ന ബലമായിട്ട് ഞങ്ങൾ എടുത്തുകൊണ്ട് പോകും. പക്ഷെ അന്ന് അമ്മോട് ദേഷ്യം തോന്നിയിട്ടില്ലേ? പിന്നെ തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ഒരുപാട് ബന്ധുക്കളുണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു തരുന്ന കഥകൾ, അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് കളിക്കാമെന്നൊക്കെ തോന്നുമല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ മോള് വളർന്നു വന്നപ്പോൾ ഞാനത് റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. എന്നോട് അമ്മ എപ്പോഴും പറയും, ഞാനിപ്പോൾ ഈ ചെയ്യുന്നതൊക്കെ എന്താണെന്ന് നിനക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ നിനക്ക് എല്ലാ അമ്മമാരും ഒരു സ്ഥിരം ഡയലോഗാണത്. സ്ഥിരമായിട്ടുള്ളതാണ്. അതാണ് തമിഴിലൊരു ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പടത്തിലെ സീനുണ്ട്. ഈ 10 മാസം നിന്നെ ചുമന്ന് ഞാൻ പെറ്റതല്ലേ എന്ന് എപ്പോഴും അമ്മമാർ പറയുമ്പോൾ ഈ 10 മാസം അകത്ത് ഇരുട്ടത്ത് ഞാൻ ഇരുന്നതിൻ്റെ വിഷമം എനിക്കല്ലേ അറിയാം. അതിപ്പോ എല്ലാ മക്കളും ഞങ്ങൾക്കല്ലേ അറിയാവൂ. നമ്മുടെ എനിക്ക് മേടിക്കേണ്ട ഒരു കുഞ്ഞാടുള്ള ഒരു സീനില് ദിലീപേട്ടൻ പറയുന്നുണ്ട്, അമ്മ ഒരു കൊട്ടയിലിരിക്കും 10 മാസം ഞാൻ തലയിൽ വെച്ച് നടക്കാം. പക്ഷെ എൻ്റെ 2 മക്കളെയും അവരെ ചുമന്നുകൊണ്ട് ഞാൻ എൻ്റെ ജോലിക്ക് പോകുമായിരുന്നു. മോനെ അതെ, മോളെ അതെ. ചേച്ചി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടു. ഇന്റർവ്യൂവിൽ ഒരു ഡിസ്കഷൻ, ഹർ എന്ന് പറയുന്ന ഒരു ഡിസ്കഷനിൽ പറയുന്നുണ്ട്, ഇനിയും അമ്മയാവാൻ എനിക്കിഷ്ടമാണ്. തീർച്ചയായിട്ടും. കാരണം ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളുടെ അമ്മയാവണമെന്ന് തന്നെയായിരുന്നു ഞാൻ അന്ന് ഒരു സ്ത്രീ എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത്. ഒരു പെൺകുട്ടിയായിട്ട് എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന കുറേ കുട്ടികളുടെ അമ്മയാവണം. ഇന്ന് ഒരുപാട് പേര് കുട്ടികൾ വേണ്ട എന്ന് പറയുന്നവരാണ്, പെൺകുട്ടികൾ കൂടുതൽ, അല്ലെങ്കിൽ പെറ്റ് പാരന്റിങ് ഒക്കെയാണ് ഇന്നത്തെ ഒരു ട്രെൻഡ്. പക്ഷേ അത് അമ്മ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര ഭാഷയാണത്, മാതാവിൻ്റെ. കാരണം ലോകത്തെ ഏത് ഏത് ഒരു കുട്ടിയെ കിട്ടിയാലും ഒരമ്മയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഭാഷ അറിയണ്ട. ആ കുഞ്ഞമ്മയോടത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതിനും വേറൊരു ലാംഗ്വേജും വേണ്ട.
അപ്പം മാതൃത്വം എന്ന് പറയുന്നത് തന്നെ ഒരു അന്താരാഷ്ട്ര ലാംഗ്വേജാണ്. അത് ഈ ലോകത്ത് എവിടെ ചെന്ന് പറഞ്ഞാലും മനസ്സിലാവുന്നൊരു ഭാഷയാണ്. അപ്പോൾ അമ്മമാരെന്ന് പറയുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അമ്മ. ഇപ്പം ആൺകുട്ടികളോട് ചോദിച്ചാലും പെൺകുട്ടികളോട് ചോദിച്ചാലും അമ്മയായിരിക്കും ഒരു പരിധി വരെ ഇൻഫ്ലുവൻസ് കൂടുതൽ വരുന്നത്, ഒരു പ്രായം വരെയെങ്കിലും. പക്ഷേ അമ്മ പറഞ്ഞു കൊടുക്കേണ്ടതാണ് മക്കളെ, സ്ത്രീകളെ ബഹുമാനിക്കണം. അമ്മയിലൂടെ വേണം അറിയാൻ. അപ്പം അച്ഛൻ അമ്മയെ വഴക്ക് പറയുമ്പോഴും ഇൻസൾട്ട് ചെയ്യുമ്പോഴും അച്ഛൻ ആലോചിക്കേണ്ടതും അത് തന്നെയാണ്. ആൺകുട്ടിയുടെ മനസ്സിൽ ഇതുപോലെ ഏത് സ്ത്രീയെയും പറയാമെന്നൊരു ധാരണ ഉണ്ടാക്കരുത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അമ്മയെ കുറിച്ച് പേഴ്ത്തി പറയുമ്പോൾ, അല്ലെങ്കിൽ അമ്മയോട് അങ്ങനെ സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ, നാളെ അവൻ്റെ ഫ്യൂച്ചറിൽ അവൻ്റെ വൈഫിനെയും അവരുടെ കുടുംബക്കാരെ റെസ്പെക്ട് ചെയ്യാനും പഠിക്കുകയാണ്, മറ്റ് സ്ത്രീകളെ ബഹുമാനിക്കാനും പഠിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ മാതൃദിനത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണത്. ഒരുപാട് പേർ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ ചേച്ചിയുടെ സിനിമകളിലേക്ക് വരികയാണെങ്കിൽ, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമകളിൽ ഒന്നാണ് അച്ചുവിൻ്റെ അമ്മ. ഞാൻ എപ്പോഴും അമ്മയോട് പണ്ടൊക്കെ പറയുമായിരുന്നു, അമ്മ ഇതുപോലെ ആയാൽ മതിയായിരുന്നു അമ്മ എന്ന് വെച്ചാൽ. അന്ന് അമ്മ കുറച്ചുകൂടി സ്ട്രിക്റ്റാണ്, പക്ഷെ ഇന്ന് എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരി എൻ്റെ അമ്മയാണ്. പക്ഷെ അന്ന് അമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അപ്പം ഞാൻ അമ്മയോട് പറയും, എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ മലയാളി പെൺകുട്ടികളും ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ്. അച്ചുവിൻ്റെ അമ്മയുടെ ഇമ്പാക്റ്റ് വിട്ടുപോയോ, അതോ ഇപ്പോഴും കൂടിയുണ്ടോ? ഉണ്ട്. കാരണം അച്ചുവിൻ്റെ അമ്മ പോലെയായിരുന്നു എൻ്റെ അമ്മ. എൻ്റെ അമ്മ ഇപ്പോഴും അങ്ങനെയാണ്. എൻ്റെ മക്കളുമായിട്ട് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ മോനും മോളും എൻ്റെ അമ്മയെ കാണാനായിട്ടാണ് കൂടുതലും വരുന്നത്. ഞങ്ങളെ കാണുന്നതിനേക്കാൾ കൂടുതൽ അമ്മയാണ് സന്തോഷം. എൻ്റെ അമ്മയും എൻ്റെ മോനും കൂടെ സംസാരിക്കുന്ന കേട്ടാൽ അവർ ഒരേ പ്രായമാണെന്ന് തോന്നുന്നു. ഞങ്ങളെയൊക്കെ കുറിച്ച് അമ്മ വഴക്ക് പറഞ്ഞോ എന്നൊക്കെ അമ്മയെടുത്ത് പോയി പറയും. ഇപ്പം ഞങ്ങൾ വരുന്നതിന് മുമ്പും അമ്മയെ വീട്ടിൽ പോയി അമ്മയെ കാണാൻ നേരത്ത് എപ്പം നോക്കിയാലും എൻ്റെ അടുത്ത് ട്യൂഷനുണ്ടെന്ന് പറയുന്നമ്മ ആണ് ഇവള് പറയുന്നു. ഇവിടെ ശരിയാക്കി തരാം, അത് ഞാൻ ശരിയാക്കി തരുന്നുണ്ട്, മക്കളെ വിഷമിക്കേണ്ട കാര്യമില്ല. എന്തിനാണ് എപ്പോഴും ട്യൂഷൻ? ചുമ്മാ അവളെ ട്യൂഷൻ പഠിക്കത്തേ ഇല്ലായിരുന്നു കേട്ടോ, വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ നിനക്ക് കാണിക്കാം അമ്മ, അത് തന്നെ അവനും കാണിക്കും. അപ്പോൾ ഞാൻ പഠിക്കുന്നു. ഈ ജനറേഷൻ ഗ്യാപ്പ് വരാതിരിക്കാനുള്ള മാർഗം ഞങ്ങളുടെ കൂട്ടത്തിലൊരാളായിട്ടാണ് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ കണക്കാക്കിയിരുന്നത്. ഞങ്ങൾ 5 മക്കളായിരുന്നു. അമ്മ അതിൽ ഒരാളായിട്ടാണ് കണക്കാക്കിയിരുന്നത്, അത്ര മാത്രമേ. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഏറ്റവും അമ്മ ഒന്നും വഴക്ക് പറഞ്ഞിട്ടില്ല, ഞങ്ങളെ അടിച്ചിട്ടില്ല. പക്ഷേ അമ്മയെ ഞങ്ങൾ അനുസരിച്ചിരുന്നു, ഇപ്പോഴും അനുസരിക്കുന്നു. ഇപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിലെ അന്തിമമായ തീരുമാനവും വാക്കും എൻ്റെ അമ്മയുടെയാണ്. അമ്മ എന്ത് പറയുന്നു അതേ ഞങ്ങൾ കേൾക്കൂ. അമ്മ പറയുന്നത് അതേപടിയേ ഒരു സ്റ്റേജിൽ പ്രസംഗിക്കുമായിരുന്നുള്ളൂ കൽപ്പന ചേച്ചി. ഇന്ന സ്റ്റേജിൽ അമ്മ എന്താ നമ്മൾ പറയേണ്ടത് എന്ന് ചോദിച്ചാൽ അമ്മ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളെ പറയും. അത്രമാത്രം അമ്മയുടെ ഇൻഫ്ലുവൻസ് അവൾക്ക് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാര്യത്തിലും കലച്ചേച്ചി അഭിനയിക്കുമ്പോഴും എങ്ങനെ അഭിനയിക്കേണ്ടതെന്ന് അമ്മയോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ എന്താ പറയുന്നത്. അപ്പോൾ എന്നെ അമ്മ അതുകൊണ്ട് ടീച്ചർന്ന് വിളിക്കും. അമ്മയെ ചിലപ്പോൾ അങ്ങോട്ടൊക്കെ പഠിപ്പിക്കും. ഓ, ടീച്ചർ വന്നു, എന്നെ പഠിപ്പിക്കാൻ വന്നു. പക്ഷെ എങ്കിൽ പോലും അച്ചുവിൻ്റെ അമ്മ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഈസി ആവാൻ കാരണവും, അല്ലെങ്കിൽ എൻ്റെ അമ്മ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അമ്മയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അമ്മമാരിങ്ങനെ ഇത്രയും തമാശയൊക്കെ കാണിക്കൂ എന്നുള്ളത് തോന്നുമായിരുന്നു. ഇപ്പോഴും ആ സിനിമയുടെ ഇമ്പാക്റ്റ് പോയിട്ടില്ല. പക്ഷേ ആ സിനിമ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരാളെ ഈ ലോകത്തുള്ളൂ, എൻ്റെ മോള്. ഇപ്പോൾ ഇഷ്ടമാണ്. ആ സമയത്ത് എങ്ങനെയാണെന്ന് അറിയുമോ, അവൾക്ക് 2 വയസ്സോ ഒക്കെ ഉള്ളൂ, 2-2.5 വയസ്സിനകത്തേ ഉള്ളൂ. ഞാൻ വാവേന്ന് എന്നെ വിളിക്കുന്ന ഇഷ്ടമല്ല, ഞാൻ എൻ്റെ മോളെ വാവേന്ന് വിളിക്കുന്നത്. എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയുടെ മകളുടെ ഒരു മകളുണ്ട്. അപ്പോൾ അവരെ ചെറുപ്പം മുതലേ വാവേന്നാണ് വിളിച്ചിരുന്നത്. അവരെ ഞങ്ങളും വിളിക്കും വാവേന്ന്. ഞാൻ അവരെ ആ പേര് നിർത്തിയിട്ട് സവിതയെന്നാക്കി. കാരണം ഞാൻ ഫോൺ ചെയ്തിട്ടാ വാവേ അങ്ങോട്ട്, നീ അങ്ങനെ വിളിക്കണ്ട, തമിഴ്നാട്ടിലായിട്ട് നീ എന്ന് പറയാൻ അറിയത്തുള്ളൂ. അമ്മ നീ എന്തിനമ്മ വാവേന്ന് വിളിച്ച്? ഇല്ല മക്കളെ, വാവേന്നല്ലയോ അങ്ങനെ തോന്നിയോ? സവിത, ഞാൻ ഇനി വാവേന്ന് വിളിക്കത്തില്ല, സവിതയെന്നേ വിളിക്കത്തുള്ളൂ. അച്ഛൻ്റെ അമ്മയുടെ പാട്ട് കേട്ടാൽ എനിക്കത് വേണ്ട, അവളെ വേണ്ട, നമുക്ക് കളയാം. ആരെ? മീര ജാസ്മിനെ. ശരി മക്കളെ. അവൾ എന്നെ കരയിപ്പിച്ചിട്ട് അവൾ എന്നെ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നില്ലേ, ഹോസ്പിറ്റലിൽ വന്ന് കാണുമ്പോൾ വഴക്ക് പറയുന്നത്. അമ്മ അവളെ വേണ്ട, അവളെ അടിച്ചേക്ക്, അവളെ നമുക്ക് വേണ്ട. ശരി മക്കളെ, അവളെ വേണ്ട, ഇനി മേലിൽ അവളോട് ഞാൻ സംസാരിക്കത്തില്ല. ഞാൻ വന്നിട്ട് വീടെടുത്ത് പറയും. കുഞ്ഞു മനസ്സതിനെ സ്വീകരിക്കും. തന്റെ അമ്മയോടുള്ള ഒരു പൊസസീവ്നെസ് ആണ്. അവൾക്ക് ഞാൻ ചോറ് വാരി കൊടുക്കുന്നത്. അമ്മ എന്തിനമ്മ അവൾക്ക് ചോറ് വാരി കൊടുത്ത്?
അമ്മ അവൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തില്ല, എനിക്കും മൈലാഞ്ചി ഇട്ട്. പിന്നെ നമ്മൾ തുപ്പി വയ്ക്കണം കയ്യിൽ. ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ മോള്. എൻ്റെ മോൻ ജനിച്ചിട്ട് ഉമ്മാൻ്റെ പേരൊന്നൊരു സിനിമ ചെയ്തു. നിങ്ങളെൻ്റെ ഉമ്മ അല്ലേ എന്ന് ചോദിക്കും ടൊവിനോ എൻ്റെ അടുത്ത്. അപ്പം ഞാൻ ഇങ്ങനെ ടൊവി അങ്ങ് എണീറ്റ് പോകുമ്പോൾ ഞാൻ കണ്ണ് നനയും എൻ്റെ. മമ്മക്ക് ഇടിക്കാം അമ്മ, മമ്മക്ക് ഇടിക്കാം. ശരി മക്കളെ, ഇടിക്കാം മക്കളെ, വരട്ടെ, എറണാകുളത്ത് പോട്ടെ, പോകുമ്പോൾ നമുക്ക് വീട്ടിൽ പോയി 2 ഇടി കൊടുക്കാം. സ്ഥിരം പറയുമായിരുന്നു. പിന്നെ ഞാൻ ക്ലൈമാക്സ് കാണിച്ചു. ആ പടം കാണത്തേ ഇല്ലായിരുന്നു എൻ്റെ മോൻ കൊച്ചിലെ. ക്ലൈമാക്സ് മാത്രം കാണിച്ചു. എൻ്റെ ഉമ്മയുടെ പേര് പറയട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഒരാശ്വാസം. അവൻ എപ്പോഴാണ് അമ്മ പറഞ്ഞത് അങ്ങനെ? ആ പറഞ്ഞു മക്കളെ, അന്നേ പറഞ്ഞു. രാവിലെ ഇങ്ങനെ അമ്മ അല്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾ എന്നെ വൈകുന്നേരം ആയപ്പോൾ പറഞ്ഞു നിങ്ങൾ തന്നെ എൻ്റെ അമ്മ എന്ന് പറഞ്ഞു. ആ നല്ലവനാണോ? ആ നല്ലവനാണ് മക്കളെ എന്ന്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് തല്ലുമാല കണ്ടു, വലിയ ഫാനായിട്ട് വീട്. അപ്പോൾ ആ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ആലോചിക്കുക. കൊച്ചിലെ എൻ്റെ അമ്മ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഏത് ഷൂട്ടിംഗ് ആണെങ്കിലും അവിടെ നാടകവും ഡാൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തും. അന്ന് ഔട്ട്ഡോർ കുറവായിരുന്നല്ലോ. അപ്പം എൻ്റെ പിന്നെ മധുവങ്കളാണ് ഡയറക്റ്റ് ചെയ്ത ആ സിനിമ, വിടരുന്ന ഒട്ടുകൾ എന്നും പറഞ്ഞൊരു സിനിമ. മിനിച്ചേച്ചിയുടെ സ്കൂളിലെ കുട്ടികൾ, മിനിച്ചേച്ചി ഉണ്ട് അതിനകത്ത്. മിനിച്ചേച്ചി എന്ന് പറഞ്ഞാൽ കൽപ്പന ചേച്ചി. അപ്പോൾ കുറേ കുട്ടികൾ അതിനകത്ത് അഭിനയിച്ചിരുന്നു. അപ്പോൾ എന്നെ വെറുതെ കൊണ്ടുപോയി. ഞാൻ 2ലോ 3ലോ പഠിക്കുന്നത്. കൊണ്ടുപോയപ്പോൾ ഡയറക്ടർ ജോഷിയാണ് അതിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മെരിലാൻഡ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് ഫേമസ് ആയിട്ടുള്ള സ്റ്റുഡിയോ. അപ്പം അച്ഛന് ആ സ്റ്റുഡിയോ മുതലാളിയും എല്ലാവരെയും പരിചയമുണ്ട്. അച്ഛനും ഉണ്ട് ആ സിനിമയിൽ. അപ്പോൾ അങ്ങനെ ഷൂട്ടിങ്ങിന് പോയി. മേക്കപ്പ് റൂമൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ നമ്മുടെ മല്ലിക ചേച്ചി അവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല മുടിയൊക്കെ വെച്ചിട്ട് അവിടെ ഒരു റൂമിൽ മല്ലിക ചേച്ചി ഉണ്ട്. ഞാൻ അകത്ത് നോക്കി. ബേബി സുമതി എന്നും പറഞ്ഞാൽ അന്ന് ലീഡ് ചെയ്തിരുന്ന ഒരു ആക്ട്രസ് ഉണ്ടായിരുന്നു. അവരിയ്ക്കുന്നു അതിനകത്ത്. എന്നിട്ട് അവരാരോടെ പറയുന്നു, എനിക്ക് ഒരേ തലവലി, കാപ്പി കൂടും. അപ്പം തലവലി എന്നൊരു വാക്ക് ഞാൻ ആദ്യം കേൾക്കുക. തല എന്തോന്നാ വലിക്കുന്നേ അത്? അപ്പോൾ ഒരു കാപ്പിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അങ്ങനെ അമ്മ ഒരു ഷോട്ട് അഭിനയിച്ചു. അപ്പോൾ അന്ന് നാടകത്തിലുള്ളവരും അന്ന് സിനിമയിലുള്ളവരൊക്കെ ക്യാരക്ടേഴ്സ് മാത്രമേ നോക്കൂ. ഇന്നത്തെ പോലെ ഇത്രയും ചെറുപ്പമല്ലേ, അമ്മ വേഷം ഇടുന്നത്, അങ്ങനെയുള്ള കോൺസെപ്റ്റ് ഇല്ല. അപ്പോൾ അമ്മയ്ക്ക് ഒരു വിഗ്ഗൊക്കെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഒരു വയസ്സായ സ്ത്രീയെ, ഈ സമ്പത്തുള്ള വീട്ടിലെ കുട്ടികൾ ബസ്സിൽ കയറാൻ സമ്മതിക്കാതെ തള്ളി താഴെ ഇടണം. അങ്ങനത്തെ ഒരു ഷോട്ടാണ്. അങ്ങനെ ഈ വിഗ് വെച്ചപ്പോഴേ അമ്മ വേണ്ട, എൻ്റെ അമ്മ അല്ല ഇതെന്ന് പറഞ്ഞാൽ കരയാൻ തുടങ്ങി. അങ്ങനെ എന്നെ കാണാതെ എന്നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകും. നമ്മുടെ സായിച്ചേട്ടനുണ്ടല്ലോ, സായിച്ചേട്ടൻ അഭിനയിക്കുന്നുണ്ട്. സായിച്ചേട്ടൻ എന്നെ വലിച്ചെടുത്ത് അപ്പുറത്ത് കൊണ്ടുപോകും. അവിടെ കൊണ്ടുവന്നിരുത്തി ചാമ്പയ്ക്ക പറിപ്പിക്കും. അത് എടുക്കുമ്പോൾ ചേട്ടാ ആ ചാമ്പയ്ക്ക എനിക്ക് പറിച്ചതാന്ന് പറഞ്ഞാൽ ഉടനെ അത് പറിച്ചു തരും. അങ്ങനെ ടേക്ക് എടുക്കുന്നതിന് മുൻപ് ഞാൻ ഓടിപ്പോയി. ബസ്സിനകത്ത് കുറേ കുട്ടികളുണ്ടല്ലോ, എനിക്കൂടെ കയറാമെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ അതിൽ നിന്ന് എൻ്റെ അമ്മയെ തള്ളി താഴെ ഇടുന്നു. ഞാൻ വലിയ പോയി നില വിളിച്ചു, എൻ്റെ അമ്മയെ താഴെ ഇടല്ലെന്ന് പറഞ്ഞു. അവസാനം ജോഷിയേട്ടൻ വന്ന് ഈ 2 കാലും കൈയും കൂട്ടിപ്പിടിച്ച് താഴെ കിടന്ന് ഉരുളുക കരണ്ട്. ഇങ്ങനെ സഞ്ചി എടുത്തുകൊണ്ട് പോകുന്ന പോലെ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ഇങ്ങനെ നിറയെ പുല്ല് വളർത്തിയിട്ടുണ്ട്. അതിൻ്റെ മേലിൽ കൊണ്ടുവന്ന് ഇട്ടു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് വൈരാഗ്യമായി. എന്നെ ഒരു ജീവിതത്തിലാരും അങ്ങനെ എടുത്തിട്ടില്ല. കാലും കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ബാഗ് എടുത്തോണ്ട് പോകുന്നവരെ കൊണ്ടുപോയിട്ടാൽ. എന്നിട്ട് പാവം സായിച്ചേട്ടൻ വന്ന് ആശ്വസിപ്പിക്കൽ ചെയ്തു. അന്ന് മുഴുവൻ കരച്ചിലായിരുന്നു. എൻ്റെ അമ്മയെ തള്ളിയിട്ടു. ആ കുട്ടികളുടെ മുഖം എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ അമ്മയെ തള്ളിയിട്ട കുട്ടികളുടെ, അവരൊക്കെ ഇപ്പോൾ വളർന്നിട്ടുണ്ടാവും. ജോസ്നോ മറ്റോ പറയുന്ന ഒരു പയ്യനോ ഒക്കെയാണ്. എൻ്റെ ആ മനസ്സ് എൻ്റെ മക്കൾക്കും അതേ മനസ്സാണെന്നുള്ളത് ഞാൻ ചിന്തിച്ചില്ല. അപ്പോൾ സിനിമ ഇരുന്ന് സുഖമായിട്ട് മക്കളെ ഇപ്പം ജെ ബേബി കാണിക്കാൻ കൊണ്ടുപോയി എൻ്റെ മോൻ. അപ്പോൾ ഞാൻ കരഞ്ഞാൽ ശരിയാവില്ല. അപ്പം അതിനകത്ത് കുറേ ഞാൻ കരയുന്ന സീനുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ, ഈ സിനിമ വേണ്ട അമ്മ, ഇത്തിരി വളർന്നല്ലോ, കരയാൻ നാണക്കേട്, 10 വയസ്സായല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ മുമ്പിലും കരയാൻ വയ്യാതെ, ഇതെനിക്ക് വേണ്ട, ബോറടിക്കുന്നു, എനിക്ക് വേണ്ട ഈ സിനിമ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ, ഞാൻ പോയി പോപ്കോൺ വെളിയിൽ പോയി വാങ്ങിക്കട്ടെ. ആ സീൻസ് തീരുന്നവരെ. പിന്നെ അടുത്ത സീൻ കോമഡിയാണ്, മക്കൾ കാണും എന്ന് പറഞ്ഞാൽ പോലീസുകാരെ വഴക്ക് പറയുന്ന സീനൊക്കെ ഉണ്ട്. അപ്പം നോക്കും. പിന്നെയും കരയുന്ന സീൻ വരുമ്പോൾ താഴേക്ക്. ഒറ്റ പ്രാവശ്യമേ കണ്ടുള്ളൂ. 2ാമത്തെ പ്രാവശ്യം TV വന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങൾക്കായിട്ട് എല്ലാ കാലത്തും കുഞ്ഞുങ്ങളുടെ മനസ്സ് തന്നെയാണ്. പിന്നെ എൻ്റെ കുട്ടിക്കാലം പോലെയല്ല, അവർ കുറേ കൂടെ കാര്യങ്ങൾ കണ്ടു. ഞാൻ TV കാണുന്ന ഏത് പ്രായത്തിലാണ്? ചെന്നൈ ചെന്ന് കഴിഞ്ഞിട്ടാണ് TV എന്നൊരു സമ്പ്രദായം ഞങ്ങൾ കാണുന്നത്. അതിൻ്റെ ഒരു കൗതുകവും കുറേ കാര്യങ്ങളുണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് ആ കൗതുകങ്ങളൊന്നും ഇല്ല എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് എല്ലാ അതിശയങ്ങളായിരുന്നു.
എല്ലാം മൊബൈൽ ഫോൺ വന്നത് എല്ലാവരും അവരുടെ കൈകളിലേക്ക് എത്തുന്നുണ്ടല്ലോ. എല്ലാം ജനിച്ചപ്പം പോലെ ഒരു മൊബൈൽ ഫോൺ കാണുന്നു, അതിൻ്റെ വെറൈറ്റികൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരം കൗതുകങ്ങളൊന്നും അവർക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കും. പിന്നെ അതിനുശേഷം എൻ്റെ അമ്മയെപ്പോലെ തന്നെ ഒരു അമ്മയെ കിട്ടിയതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ. മംഗളമ്മ എന്നാ പേര്. ഞാൻ വിളിക്കുന്നത് ഇപ്പം അമ്മയില്ല, 4-5 വർഷമായി പോയിട്ട്. ക്ലാസ്മേറ്റിനെ പോലെ വിളിക്കും ഞാൻ. ഹായ് മംഗളം, ഹൗ ആർ യു? അപ്പോൾ ഇംഗ്ലീഷിൽ ഒന്നും പറയുന്നതിന് മറുപടി പറയത്തില്ല. ആ അങ്ങനെയൊക്കെ പറയും. പിന്നെ സ്മാർട്ട് ഗേളായിട്ടിരിക്കണം കേട്ടോ, നല്ല സ്മാർട്ടായിട്ടിരിക്കണം. ആ ഓക്കെ ഓക്കെ, നാട്ടുപുറത്തമ്മയാ. എന്നിട്ട് എനിക്കായിട്ട് മാത്രം ഞാൻ ചെന്നാലുടനെ ഞാൻ ആരെയും ഇരിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പുറത്തും ഇപ്പുറത്തും വിളിച്ച് അപ്പം ചേട്ടൻ അച്ഛനെ വിളിക്കും. എന്നാൽ ഇങ്ങോട്ട് വന്നേ, അവൾക്ക് പുഴുക്ക് വേണമെന്ന്. ആ ചേനയും കാച്ചിലും അതെല്ലാം കൂടി തിരിഞ്ഞ് പറിച്ചോണ്ട് പോവാ, അത് പറമ്പിൽ തന്നെ ഉണ്ട്, അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ ശരിയാക്കി പക്ഷേ ഇച്ചിരി കാന്താരി പറിച്ചോണ്ട് വരണേ. അങ്ങ് എരിവുള്ള മുളകൊക്കെ ഇട്ടൊരു പ്രത്യേക ചമ്മന്തി സാധനങ്ങളൊക്കെ അരച്ച് ആ കെറഫിൽ അമ്മയും കഴിക്കും. അമ്മയ്ക്ക് കഴിച്ചുകൂടാ, അമ്മയ്ക്ക് ഷുഗറുണ്ട്, അമ്മയ്ക്ക് കഴിച്ചുകൂടാ. അപ്പോൾ ഞാൻ വന്നതിൻ്റെ ഞാനൊരു ഇച്ചിരി ഇമ്മിണിയല്ലേ കഴിക്കുന്നല്ലേ മക്കളെന്ന് ചോദിക്കും. അത്ര സ്നേഹമാണ് എൻ്റെ അടുത്ത്. എല്ലാ കാര്യങ്ങളും അവരുടെ പെമ്മക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത കാര്യങ്ങളെല്ലാം എന്നോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഏറ്റവും അവസാനം ലോക്ക്ഡൗൺ ആ സമയത്ത് ഒരു അയവുണ്ടായപ്പം ഞാൻ പോയി 2 മാസത്തോളം അവിടെ നിന്നു. ആ 2 മാസമാണ് അമ്മയുടെ ഏറ്റവും സുവർണ്ണ കാലഘട്ടം. കാരണം വേറെ ശല്യങ്ങളൊന്നുമില്ല, ഒരുപാട് ആൾക്കൂട്ടമൊന്നുമില്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അധികം പോക്കും വരവുമില്ല. അപ്പോൾ ഇഷ്ടമുള്ളതൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ അമ്മ എനിക്ക് വെച്ച് തരിക. പണ്ടത്തെ രീതിക്കുള്ള കൊച്ചു കൊച്ചു കറികൾ വെച്ച് തരിക. ഈ കിഴങ്ങ് ഇങ്ങനെ ചുട്ട് തിന്നാൽ നന്നായിരിക്കും എന്ന് പറയാം, അതുണ്ടാക്കി തരിക. അങ്ങനെ കുറേ നല്ല ഓർമ്മകളും ഉണ്ടായി. അപ്പം അതും ഒരു ഭാഗ്യമാണ്. സാധാരണ ഞാൻ വഴക്കുണ്ടാക്കാന്ന് വിചാരിച്ചാലും അമ്മ വഴക്കുണ്ടാക്കാൻ താല്പര്യമില്ലാത്ത അമ്മായിമ്മമാരെ കുറിച്ചുള്ള വലിയ പ്രശ്നം വഴക്കാണെന്നൊക്കെയല്ലേ പറയുന്നത്. പക്ഷെ ഒന്നുമില്ല. എന്തെങ്കിലും കാര്യങ്ങൾ ചേട്ടനോട് പറഞ്ഞ് കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തേ പറയുള്ളൂ. മക്കളെ നീ ഒന്ന് പറ, അവനോട് പറ, ഈ കാര്യം പറ എന്ന് പറയും. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമോ കാര്യങ്ങളോ ചേട്ടൻ്റെ അച്ഛനും തമ്മിൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നീ പോയി എന്തെങ്കിലും തമാശ പറ ഇടയ്ക്കുന്നു. അപ്പോൾ ഞാൻ പോയി അച്ഛാ തോക്കെടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അതിനിടയ്ക്ക് വേണോ തോക്കെടുക്കണോ കത്തി എടുക്കണോ എന്നൊക്കെ ചോദിച്ച് കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ ചിരിക്കും. എല്ലായിടത്തും ഒരു ചിരിയങ്കാവും. അതിനെല്ലാം കൂട്ടുപിടിക്കുന്ന ആൾ ഞാനായിരുന്നു. അപ്പോൾ അതൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും അതൊരു ഭാഗ്യം. അതുകൊണ്ട് അമ്മ അവിടുന്ന് പോയതിന് ശേഷം എനിക്ക് ആ വീട് വേണ്ട, ആ വീട്ടിലോട്ട് വരാൻ താല്പര്യമില്ല, ഒട്ടും പറ്റില്ല. അങ്ങനെ ആ വീട് ഇടിച്ചു പുതിയതായിട്ട് പണിതു. കാരണം അവിടെ ഒരൊറ്റ റൂമിലും എനിക്ക് പോയിരിക്കാൻ പറ്റത്തില്ല. ആ വീടിൻ്റെ ഒരൊറ്റ ഉദ്ദേശം എനിക്ക് അമ്മയെ കാണണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ പോയി കഴിഞ്ഞാൽ നിഷ്കളങ്കമായ ഒരു ലോകത്ത് എനിക്ക് എത്താൻ പറ്റും. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾ അമ്മയായിരുന്നു, മംഗളമ്മ. നിറയെ പടം അഭിനയിക്കുന്നുണ്ടോ മക്കളെ എന്ന് ചോദിക്കും. കാണാൻ വരുമായിരുന്നു. അവിടെ വന്നപ്പോൾ ഒരു ചാനലിൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നു, ജഡ്ജായിട്ട് ഇരിക്കാൻ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതൊന്നും എടുക്കണം, കൊറോണ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ആ ടെസ്റ്റ് മൂക്കിലൊക്കെ ഇടുന്നത് എനിക്ക് പറ്റത്തേ ഇല്ല, ഞാൻ ചെയ്യത്തേ ഇല്ലെന്ന്. അത് കുഴപ്പമില്ല മക്കളെ, അവർ വീട്ടിലയക്കാമെന്ന് പറയാം അതിൻ്റെ ആൾക്കാരെ. അത് കുഴപ്പമില്ല മക്കളെ, നീ അവിടെ പോയിരിക്കുക, 1-2 മാസം ആയില്ലോ നിന്നെ കണ്ടിട്ട് ആൾക്കാർ, അവർ കാണട്ടെ. അപ്പം എന്നെ നിർബന്ധിച്ച് വിട്ടു. ശരിക്കും അത് വലിയൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ അമ്മയുടെ കാര്യം പറഞ്ഞു, ഹസ്ബൻഡിന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞു, അതുപോലെ 2 ചേച്ചിമാരുടെ സ്നേഹം കെട്ടി വളർന്ന ഒരാളാണ്. മാത്രമല്ല എൻ്റെ 2 ചേച്ചിമാരെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അവരെ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ ഏകദേശം അറിയാം. അതുപോലെ ഒത്തിരി ബന്ധുക്കളുണ്ട്. അച്ഛനും വലിയൊരു കൂട്ടുകുടുംബത്തിലെ ആളാണ്. ഒരുപാട് ബന്ധുക്കളുടെ ഇടയ്ക്കാണ് വളർന്നത് ഞാൻ. ചെന്നൈയിൽ ഞങ്ങളുടെ കൂട്ടുകുടുംബമായിരുന്നു, അമ്മയുടെ അമ്മയും അച്ഛൻ്റെ അമ്മയും, പിന്നെ അച്ഛൻ്റെ പെങ്ങളുടെ മൂത്ത അണ്ണൻ ഞങ്ങളുടെ കൂടെ തന്നെയാണ് ചോദിച്ചത്, അച്ഛൻ്റെ അനിയൻ. അങ്ങനെ ഇത്രയും പേരും ഇവിടെ ഒരുമിച്ചുള്ളൊരു വീട്ടിലാണ് ചെന്നൈയിൽ ഞങ്ങൾ താമസിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ചേച്ചിക്ക് വിവിധ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ അതിനെ പെട്ടെന്ന് എന്താ പറയുക. തീർച്ചയായിട്ടും ഒരു വലിയ കാര്യമാണ്. കാരണം നമ്മുടെ കുടുംബത്തിൽ തന്നെയുണ്ട് ഒരുപാട് പേര്, ഉള്ളൊഴുക്കില്ല ലീലാമ്മയെ പോലെ ഒത്തിരി പേരുണ്ട്. അപ്പം നമുക്കറിയാം കാര്യം, ഒന്നും ഇന്നത്തെ പോലെ ഒരു ഫ്രീഡവും സ്ത്രീകൾക്ക് പറഞ്ഞിട്ടില്ലാത്ത ഒരു സമൂഹത്തിൽ എല്ലാ കാര്യങ്ങളും ഒതുക്കി ചിരിക്കാൻ പോലും മറന്നുപോയ എത്രയോ സ്ത്രീകളുണ്ട്, ഒരുപാട് പേര്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യം. ഇപ്പൊ ഈ മമ്മി ആൻഡ് മീ ആ സിനിമയിൽ ഒരു ടീനേജിലുള്ള ഒരു മകളും അമ്മയും തമ്മിലൊരു വലിയ കോൺഫ്ലിക്റ്റ് കാണിക്കുന്നുണ്ട്. ചേച്ചിക്കൊരു കുഞ്ഞാറ്റ, അവളുമായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കുട്ടിയാവുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പം അവൾ എൻ്റെ അമ്മയാണ്. പല കാര്യങ്ങളിലും അവളോട് ചോദിച്ചിട്ടാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നത്.
കാരണം അവർക്കെല്ലാം അറിയാം. എൻ്റെ ഫോണിൽ എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് എനിക്കറിയത്തില്ല. അതിനകത്ത് മക്കളെ എൻ്റെ മോൻ ഫോൺ എടുക്കാതിരിക്കാൻ നമ്പരൊക്കെ മാറ്റിയിട്ടിരുന്നവളാണ്. പാസ്വേഡൊക്കെ സെറ്റ് ചെയ്തിട്ട് പാസ്വേഡ് മോളെ ഇതെന്തായിരുന്നു അമ്മ ഇതാണമ്മ പാസ്വേഡ് ഞാൻ മറന്നു. ഞാൻ പിന്നെ മോളെ പാസ്വേഡ് ഏതാടാ അതിൻ്റെ എന്ന് വിളിച്ചു ചോദിച്ചാൽ അവൾ പറഞ്ഞായിരുന്നു അമ്മ ഇതല്ലേ അമ്മ ഞാൻ ഇട്ടതെന്ന്. എല്ലാ സംഗതികളും കോസ്റ്റ്യൂമിൻ്റെ കാര്യങ്ങൾ പിന്നെ കോസ്മെറ്റിക്സ് എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ അവളോട് ചോദിച്ച് മനസ്സിലാക്കും. എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്ന നാടൻ സാധനങ്ങളാണ് കൂടുതൽ അറിയാവുന്നത്. പക്ഷെ അതൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. മുഖത്ത് അത് ഇടല്ലേ മക്കളെ, കാരണം ഏറ്റവും കുറച്ച് മേക്കപ്പ് ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പം പിന്നെ നമ്മുടെ ഇത്തരം പ്രോഗ്രാമുകൾക്ക് വളരെ മസ്റ്റാണ് ഫ്രഷായിട്ടിരിക്കണമെന്ന് പറഞ്ഞ് ഇവരൊക്കെ എന്തൊക്കെ തലയിലെടുത്ത് വെച്ചിരുന്നു അതൊക്കെ ചെയ്യും ഞാൻ. കാരണം അവർക്ക് കണ്ടിരിക്കാനുള്ളൊരു താല്പര്യത്തിന് വേണ്ടി. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ പറയുന്നത് നാടൻ ബന്ധ വെളിച്ചെണ്ണ ഉണ്ടാക്കി അത് തേക്കുക. എൻ്റെ മോക്കൊക്കെ അതൊക്കെയാണ് ഞാൻ തേച്ചിട്ടുള്ളത്. ഇപ്പൊ ഈ ജഗദമ്മ എന്ന് പറയുന്ന പുതിയ സിനിമ വരുന്നുണ്ട്. ജഗദമ്മയിലെ കഥാപാത്രവും അമ്മ എന്ന് കൂടെ വയ്ക്കുന്ന ഒരു കഥാപാത്രമാണ്. ഞാൻ ആ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ അൻവർ എന്ന് പറയുന്ന ഒരു കഥാപാത്രവുമായുള്ള വലിയൊരു കെമിസ്ട്രി ആ ട്രെയിലറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അച്ചുവിൻ്റെ അമ്മയിലെ അതേ ഒരു എന്താ പറയുക ഒരു കെമിസ്ട്രി ആയിരിക്കുമോ നമുക്ക് ജഗദമ്മയിൽ കാണാൻ സാധിക്കുക? അല്ല ശില്പ, ഇത് അച്ചുവിൻ്റെ അമ്മയും ഏകദേശം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു ജീവിക്കുന്ന ഒരു അമ്മ തന്നെയാണ് സ്റ്റോറിയാണ്. പക്ഷേ അച്ചുവിൻ്റെ അമ്മയുടെ ഒരു ലാഘവത്വം അല്ല ജഗദമ്മയുടെ ജീവിതത്തിൽ. കുറച്ചുകൂടെ വളരെ റഫാണ് ജീവിതാനുഭവങ്ങൾ. അപ്പം അതിനെ വളരെ ലാഘവത്തോടുകൂടി എടുക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു വനജ. അപ്പം മോളുണ്ട്, മോളുടെ സപ്പോർട്ടുണ്ട്. അതിൽ അത്രയും ഒരു തീ കൊണ്ടു നടക്കുന്ന സ്ത്രീയാണെന്ന് നമ്മൾ ഏറ്റവും ഒടുവിലേ അറിയൂ. എന്നാൽ അതിനെപ്പോലും അതിജീവിക്കാനുള്ള വളരെ ലാഘവത്തോടുകൂടി അതിജീവിക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് ഈ ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത്. പക്ഷെ ഇതല്ല, ഓരോ സെക്കൻഡും പൊരുതി നിൽക്കേണ്ട അവസ്ഥയിലുള്ള ഒരു സ്ത്രീയാണ് ജഗദമ്മ. അത് നമുക്ക് നാട്ടിൻപുറത്ത് മാത്രമല്ല നമുക്ക് വളരെ പരിചയമുള്ളൊരു സ്ത്രീ തന്നെയാണ്. എനിക്കെപ്പോഴും അത്തരം റോളുകളെ എന്താ പറയുക എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ഞങ്ങൾക്ക് തരണം. താങ്ക് യു ജനത്തിനൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്. താങ്ക്സ്.